കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ. സുധാകരനെ മാറ്റാൻ ചർച്ചകൾ സജീവം. എന്നാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെ സുധാകരൻ തന്നെ തുടരട്ടെ എന്ന ചിന്തയും പാർട്ടിയിലുണ്ട്. സംസ്ഥാനത്തെ പാർട്ടിയിൽ നിലനിൽക്കുന്ന അനൈക്യത്തിൽ ഹൈക്കമാൻഡിന് കടുത്ത നീരസമുണ്ട്. കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ. സുധാകരൻ എം.പിയെ മാറ്റുന്ന കാര്യം ഹൈക്കമാൻഡിന്റെ സജീവ പരിഗണനയിലാണ്. ഏപ്രിൽ മാസത്തോടെ പുതിയ പ്രസിഡന്റ് വരും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെ സുധാകരനെ തുടരാൻ അനുവദിക്കണമെന്ന വാദവും പാർട്ടിയിലുണ്ട്. കേരളത്തിന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് നിരവധി പരാതികളാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ളത്. പാർട്ടിയുടെ ആഭ്യന്തര സർവേ നടത്തുന്ന കനകേലുവിന്റെ റിപ്പോർട്ടും സുധാകരന് എതിരാണ്. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും നേതൃമാറ്റം വേണമെന്ന നിലപാടിന് ഒപ്പമാണ്. എന്നാൽ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഏകപക്ഷീയമായ നേതൃമാറ്റത്തോട് യോജിക്കുന്നില്ല. സുധാകരന് സ്വയം ഒഴിയാനുള്ള ഒരു അവസരം നൽകണമെന്ന നിലപാടാണ് കെ.സി. വേണുഗോപാൽ പക്ഷത്തിന്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെ സുധാകരൻ തുടരാൻ ഈ നിലപാട് ഒരുപക്ഷെ കാരണമായേക്കും. പാർട്ടിയിൽ ഐക്യമില്ലാത്തതാണ് ഹൈക്കമാൻഡ് ഗൗരവത്തോടെ കാണുന്നത്. ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന് ഹൈക്കമാൻഡും വിലയിരുത്തുന്നുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പോലും കീറാമുട്ടിയാകും. നേതാക്കൾ ചേരിതിരിഞ്ഞ് സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കാനും ഇടയുണ്ട്. ഇപ്പോൾ തന്നെ ഓരോ നേതാവും ഓരോ ആളുകൾക്ക് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ രഹസ്യ നിർദ്ദേശങ്ങൾ വരെ നൽകിയിട്ടുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുള്ള കരുനീക്കങ്ങൾ മറുപക്ഷവും നടത്തുന്നുണ്ട്. ജയസാധ്യതയുള്ള 75 സീറ്റുകളിലാണ് നേതാക്കളുടെ നോട്ടം. കെ. സുധാകരൻ എം.പിയെ മാറ്റണമെന്ന കാര്യത്തിൽ വി.ഡി. സതീശൻ പക്ഷവും എ ഗ്രൂപ്പുമെല്ലാം യോജിച്ചാണ് നീങ്ങുന്നത്. സുധാകരന് പകരം ബെന്നി ബെഹനാനെയും അടൂർ പ്രകാശിനെയുമാണ് പരിഗണിക്കുന്നത്. സണ്ണി ജോസഫ് എം.എൽ.എയും പരിഗണനാ ലിസ്റ്റിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.